സഭയുടെ പുതുതായി പണിത പാസ്റ്ററേജിന്റെ പ്രസ്ഥാന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു വാക്കില് അഭിനന്ദന തിരുമേനിയും വൈദികരെയൊക്കെ സ്വാഗതം ചെയ്യാൻ ഒരു 2 മിനിറ്റ് എടുക്കുകയാണ്. വിശാല മഹാടവയുടെ അധ്യക്ഷൻ അഭിനന്ദ എസ് ഫ്രാൻസിസ് തിരുമേനിയും വളരെ നേരത്തെ തന്നെ ഇക്കാര്യം പറയുകയും ഒരു പ്രധാനപ്പെട്ട ഡേറ്റ് ആയതുകൊണ്ട് മറ്റനേക പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഡേറ്റ് തരികയും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി നമ്മെ സഹായിച്ചു. അപ്പോൾ ഇന്ന് തിരുമേനിയെ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മ നമ്മോടൊപ്പം ഉണ്ട്. കൊച്ചമ്മയും ഇവിടെ വരുവാനേറെ താല്പര്യത്തോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. പലപ്പോഴും ആ സന്തോഷം പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. കൊച്ചമ്മയും ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മഹാടവയുടെ ഉഷാറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട PC മാത്തുക്കുട്ടിയച്ചൻ നമ്മോടൊപ്പമുണ്ട്. കൊച്ചമ്മ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കൊച്ചമ്മയും അച്ഛനെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മഹാടവയുടെ ക്ലർജി സെക്രട്ടറി റവറൻ TJ ബിജോയ് അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാടവയുടെ അൽമായ സെക്രട്ടറി വർഗീസ് സാർ ഇവിടെ സന്നിധനായിരുന്നു. സാറിനെ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാടവയുടെ രജിസ്ട്രാറായിരിക്കുന്ന T ജോയ്കുമാർ സാർ നേരത്തെ തന്നെ ഇവിടെ എത്തി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇതിനു മുമ്പൊക്കെ നൽകി നമ്മൾ സഹായിച്ചിട്ടുണ്ട്. സാറിനെ ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പീരുമേട് സഭാ ജില്ലയുടെ ചെയർമാൻ റവറൻ AT ജോണച്ചൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപ്പുതറ സഭാ ജില്ലയുടെ ചെയർമാനും ഈ സഭയുടെ മുൻ ഇടപെട്ടക്കാരനുമായിരുന്ന ലൂക്കോസ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം വണ്ടിപ്പെരിയാർ സഭാ ജില്ലയുടെ വണ്ടിപ്പെരിയാർ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർ ദേവസ്യാച്ചനെ കുടുംബമായി വന്നിട്ടുണ്ട്. അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തന്നെ മഹാടവജൻ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയേഷ് അച്ഛനുണ്ട്. ഈ ജില്ലയിലെ വൈദികരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മിഷൻ ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന റോയി അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറുടെ സെക്രട്ടറി പ്രവർത്തിക്കുന്ന ജേക്കപ്പാണി അച്ഛൻ കൊച്ചമ്മയും ഇതിന്റെ പുറകിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തന്നെ നമ്മുടെ ഈ പാസ്റ്ററിന്റെ പണിക്ക് ആദ്യഘട്ടങ്ങളിൽ ഇതിന് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക താല്പര്യത്തോടെ ഇനിഷ്യേറ്റീവ് എടുത്ത ഇപ്പോൾ എൻ്റെ ഇടപെട്ടക്കാരൻ കൂടി അയക്കുന്ന ജോസഫ് ലൂക്കോസ് അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഇതിന്റെ ഇനിഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ശതോത്തര ജൂബിലിക്ക് നേതൃത്വം നൽകി ഇവിടെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട റവറൻ ജയ്സിംഗ് അച്ഛനും കൊച്ചമ്മയും നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെയും കൊച്ചമ്മയും സ്നേഹത്തോടെ ഈ ശുശ്രൂഷകൾ സ്വാഗതം ചെയ്യുന്നു. മറ്റു വൈദികരെല്ലാവരും പേരിട്ട് പറയാൻ പരിമിതികളുണ്ടല്ലോ. എല്ലാ വൈദികരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കരിമന പ്രത്യാശാശ്രമത്തിന്റെ സാധു പുണ്യാളനാണ് നമുക്ക് പ്രധാന ഡോർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആണ് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ സഹോദരി സഭകളായിരിക്കുന്ന ലൂതറൻ ചർച്ചിലെ ബഹുമാനുണ്ട് വൈദികർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെ ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രഥമ സഭയുടെ ഏലപ്പാറയിൽ ഇടപെട്ടക്കാരൻ ജോമോനച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉപസഭകളിലെ ഏലപ്പാറയിലെയും ബ്ലൻമേരിയിലെയും ശുശ്രൂഷകരുണ്ട്. മറ്റ് ഉപദേശിമാരുണ്ട്. ഇവിടെ മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ച ഉപദേശിമാരുണ്ട്. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാൽവേഷൻ ആർമിയുടെ DC നമ്മോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മാത്യു സാറിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനപ്രതിനിധികൾ ഇവിടെ സന്നിഹിതരാണ്. സമീപ സഭകളിലെ നമ്മുടെ സഹോദരി സഭകളിലെ അതുപോലെ തന്നെ സമീപത്തുള്ള പെരുമട ജില്ലയിലെ സഭയിലെ കൈക്കാരന്മാര്, മറ്റു പല സഭയിലെയും നമ്മുടെ കൈക്കാരന്മാര്, അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. സഭാജനുണ്ട്, ദേശസ്നേഹികളുണ്ട്. മുണ്ടക്കയം ഇടപെട്ടക്കാരനും അതുപോലെ മധ്യകാല മഹായുടെ മുൻ ക്ലർജി സെക്രട്ടറിമാരുന്ന ജോൺ ഐസക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അച്ഛനെയും കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നു. മുൻ സെനഡ് മെമ്പറും മധ്യകാല മഹാടവയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറിലൊക്കെ പ്രവർത്തിച്ച MKD TA വൈസ് പ്രസിഡന്റായ ആശ നമ്മോടൊപ്പമുണ്ട്. ആന്റിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് അവർ വളരെ നേരത്തെ ഇവിടെ എത്തി സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ ഇവിടെയുണ്ട്. മറ്റ് ജനപ്രതിനിധികളുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുന്നിൽ പ്രവർത്തിച്ച ദൊരാഴ്ച ദീർഘദൂരം യാത്ര ചെയ്ത അച്ഛനും കൊച്ചമ്മയും കണ്ണിക്കൽ നിന്ന് ഇവിടെ എത്തി ശരീരത്തിന്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പലരും വിട്ടുപോട്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം
സ്വാഗതം ചെയ്യുന്നു. കട്ടപ്പന ജില്ലയുടെ ചെയർമാൻ ഡോക്ടർ ബിനോയ് പി ജേക്കബ് അച്ഛൻ വന്നിട്ടുണ്ട്. അണക്കര സഭയുടെ ശ്രീഷൻ സതീഷ് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. സമയത്തിന് പരിമിത മൂലം ദൈവനാമത്തെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പൂർത്തിയാക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ഞങ്ങളെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിത് ആത്മീയ ഗ്രഹമായി തീരുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവേ, ജീവനുള്ള കല്ലായ അങ്ങയോട് ചേർന്ന് ഞങ്ങളും അങ്ങയ്ക്ക് കർത്താവേ ജീവനുള്ള യാഗമർപ്പിക്കുന്ന ആത്മീയ യാഗമർപ്പിക്കുന്ന ജനതയായി തീരുവാൻ അവിടുന്ന് ദേശത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി അയച്ച ഹെൻറി ബേക്കർ ജൂനിയർ എന്ന അങ്ങയുടെ ദൈവദാസന്റെ ജീവിതത്തിനായി സ്തോത്രം. ദാസനിലൂടെയും തുടർന്നും കർത്താവെ പള്ളിക്കുന്ന് സഭയ്ക്കായും കർത്താവെ ദേശത്തിന് വേണ്ടി നൽകപ്പെട്ട എല്ലാ ശുശ്രൂഷകൾക്കായും നന്ദിയോടെ സ്തുതിക്കുന്നു. സഭ ആരംഭിച്ച നാൾ മുതൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവെ കാലാകാലങ്ങളിൽ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ നിറവേറ്റിയവരും ദൈവരാജ്യത്തിലായിരിക്കുന്നവരും കർത്താവ് ഈ നാളുകളില് ദൈവത്തിന്റെ അളവറ്റ കൃപയാല് കർത്താവ് ശുശ്രൂഷയിലായിരിക്കുന്നവരുമാവുന്ന എല്ലാവരെയും കർത്താവിന്റെ ദീർഘങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഇപ്രകാരം അങ്ങേക്ക് ശുശ്രൂഷകരുടെ ഭവനം പണിയുവാനായിട്ട് നൽകിയിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയ ജയ്സിംഗ് അച്ഛനെ ഓർത്ത സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് ആ നാൾ മുതൽ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചവരെയും മുൻകാലങ്ങൾ അതിനുവേണ്ടി സാമ്പത്തികമായ സമാഹരണം നടത്തിയവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നീട് കർത്താവെ തുടർന്ന് ശുശ്രൂഷയ്ക്കായി എത്തിച്ചേർന്ന സ്നേഹമുള്ള ലിറ്റോ അച്ഛനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമ്മയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ മക്കളോട് ചേർന്ന് പ്രവർത്തിച്ച ചർച്ച് കമ്മിറ്റി, ചർച്ച് വാർഡൻ, സെക്രട്ടറി, അതുപോലെ കൗൺസിൽ മെമ്പേഴ്സ്, സഭാ അംഗങ്ങൾ, അപ്പയരച്ചന്മാർ, അതുപോലെ കർത്താവെ ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ, അതുപോലെ അതിന്റെ ഭാരവാഹികൾ എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് കർത്താവെ അങ്ങ് വസിക്കുന്ന ഭവനമായി ഈ ഭവനം തീരേണ്ടതിന് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാനായി അവിടെ ഞങ്ങൾ നൽകിയിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് മഹായുടെയും കൊല്ലം കൊട്ടാരക്കര മഹായുടെയും അധ്യക്ഷനായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഫ്രാൻസ് തിരുമേനിയെയും ഡാറൽ ഫ്രാൻസ് കൊച്ചുമ്പയെയും ഈ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി കൂട്ടിവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുകയാണ്. അങ്ങയുടെ നാമമാത്രത്തിനായി കർത്താവോട് അർപ്പിക്കപ്പെടുന്ന സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും പ്രത്യേകാലി ശുശ്രൂഷയും സർവശക്തനായ കർത്താവ് ഏറ്റെടുത്ത് എലീശായുടെ ഭവനത്തിന് ചുറ്റും അഗ്നിമയങ്ങളായ രഥങ്ങളാൽ കാവൽ നിന്ന അതേ അനുഗ്രഹത്താൽ ഈ ഭവനവും കർത്താവ് ദേവാലയവും കർത്താവ് ശുശ്രൂഷകരും ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കപ്പെടേണ്ടതിന് ഈ ശുശ്രൂഷ അവിടുന്ന് ആദ്യോടെ ഞങ്ങൾ കൂടിയിരുന്ന് അവിടുന്ന് തന്നെ അനുഗ്രഹിച്ച് തരുവാൻ തിരുഗതമാകണമേ. യേശുവിന്റെ ജീവന്റെ നാമത്തടികൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൽ വന്യപിതാവായുള്ളവരെ, ഈ കെട്ടിടം ദൈവത്തിന്റെ മഹത്വത്തിനും ഈസ്റ്റ് കേരള മഹായിടവകയുടെ കാലാകാലങ്ങളുടെ അധ്യക്ഷന്മാർ നിയമിക്കുന്ന വൈദികർക്ക് കുടുംബമായി താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി പണിയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ലക്ഷ്യമായി ഞങ്ങൾ പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI സഭയുടെ നാമത്തിൽ ഈ പാഴ്സനേജ് താക്കോലും പ്രതിഷ്ഠാപത്രവും അങ്ങേ ഏൽപ്പിക്കുന്നു. ഈ പാഴ്സനേജ് പ്രതിഷ്ഠിച്ച് കൈമാറാകണമെന്ന് അങ്ങയോട് അപേക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് സഭയ്ക്ക് വേണ്ടി കൈക്കാരന്മാർ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന നിത്യദൈവമേ, ഈ വീടിന്റെ പണി പൂർത്തീകരിക്കുവാൻ നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കും സഹായിക്കും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഇപ്പോൾ ഈ ഭവനത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിധിരായിരിക്കുന്ന കർത്താവെ, ഈ വീടിനെ ശുദ്ധീകരിക്കുകയും ഈ വീടിന്റെ നാഥനായി എന്നും ഇതിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസറത്തിലെ ഭവനത്തിന്റെ നാഥനായിരുന്ന യേശു മെശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ.
ഈ ഭവനത്തിൽ പാർക്കുന്നവർക്കും പ്രവേശിക്കുന്നവർക്കും നേക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനും പ്രിയമക്കളെ അധിവാസമായ പ്രത്യേക കലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷരായിട്ട് കടന്നു വരുന്ന അവിടുത്തെ അഭിഷക്തന്മാർക്ക് താമസിക്കാനായി ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. സന്തോഷവും സമാധാനവും ഇത് മുതൽ വസിച്ചിടുവാൻ വരികദാസരിൻ വീടതിൽ ദേവായിൻ നേരത്തിൽ വരികദാസരിൻ വീടതിൽ പ്രഭനിടനാകുവാൻ ഇരുസുതർക്കാവലാകുവാൻ ഇരുസുതർന്നുണയാകുവാൻ കൂടെ ഇരുസുതർന്നുണയിടുവാൻ വരികദാസരിൻ വീടതിൽ മഹത്വദേവായിൻ നേരത്തിൽ വരികദാസരിൻ വീടതിൽ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവൃത്തികളും ഞങ്ങൾ നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധനാമത്തെ മുത്തപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെ നിന്റെ മഹാ അൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുമ്പിടുകയും ഇടപെടാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സങ്കേതവും ബലവുമാണ് കർത്താവേ,
ഞങ്ങളുടെ ദൈനംദിന കർത്തവ്യങ്ങളിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ കുടുംബത്തിന്റെ നാഥനും ഈ ഭവനത്തിന്റെ രക്ഷകനുമായ നിന്നെ അംഗീകരിക്കുവാൻ ഈ വീട്ടിൽ പാർക്കുന്ന നിന്റെ മക്കൾക്ക് നിരന്തരമായ ആശ്രയവും വിനയവും വിശ്വസ്തയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞത്ര ആൾക്കാർക്ക് അതിനകത്ത് കയറി നിൽക്കാൻ ഗായസുണ്ട്. சங்கீதம் 91 சங்கீதம். உன்னதமானவரின் மறைவில் இருக்கிறவன் சர்வ வல்லவருடைய நிழலில் தங்குவான். நான் கர்த்தரை நோக்கி, நீர் என் அடைக்கலம், என் கோட்டை, என் தேவன், நான் நம்பி இருக்கிறவன் என்று சொல்லுவேன். அவர் உன்னை வேடனுடைய கண்ணிக்கும் பாழாக்கும் கொள்ளை நோய்க்கும் தப்புவிப்பார். அவர் தமது சிறகுகளாலே உன்னை மூடுவார். அவர் செட்டைகளின் கீழே அடைக்கலம் போவாய். அவருடைய சத்தியம் உனக்கு பரிசையின் கேடயமாக இருக்கும். இரவில் உண்டாகும் பயங்கரத்திற்கும் பகலில் பறக்கும் அம்புக்கும் இருளில் நடமாடும் கொலை நோய்க்கும் மத்தியானத்தில் பாழாக்கும் சங்காரத்துக்கும் பயப்படாது இருப்பாய். உன் பக்கத்தில் 1000 பேரும் உன் வலது புறத்தில் 10,000 பேர் விழுந்தாலும் அது உன்னை அணுகாது. உன் கண்களால் மாத்திரம் நீ அதை பார்த்து துன்மார்க்கருக்கு வரும் பலனை காண்பாய். எனக்கு அடைக்கலமாயிருக்கிற உன்னதமான கர்த்தரை உனக்கு தாபனமாக கொண்டாய். ஆகையால் பொல்லாப்பு உனக்கு நேரிடுகிறது. வாதை உன் கூடாரத்தை அணுகாது. உன் வழிகளிலெல்லாம் உன்னை காக்கும்படி உனக்காக தம்முடைய தூதர்களுக்கு கட்டளையிடுவார். உன் பாதம் கல்லில் இடராதபடிக்கு அவர்கள் உன்னை தங்கள் கைகளில் ஏந்திக் கொண்டு போவார்கள். சிங்கத்தின் மேலும் வீதியின் பாம்பின் மேல் நீ நடந்து பால சிங்கத்தையும் வலு சர்ப்பத்தையும் மிதித்து போடுவாய். அவன் என்னிடத்தில் வாஞ்சியாய் இருக்கிறபடியால் அவனை விடுவிப்பேன். என் நாமத்தை அவன் அறிந்திருக்கிறபடியால் அவனை உயர்ந்த அடைக்கலத்திலே வைப்பேன். அவன் என்னை நோக்கி கூப்பிடுவான். நான் அவனுக்கு மறு உத்தரவு அருளி செய்வேன். ஆபத்தில் நானே அவனோடு இருந்து அவனை தப்புவித்து அவனை கனப்படுத்துவேன். நீடித்த நாட்களால் அவனை திருப்தியாக்கி என் ரட்சிப்பை நான் அவனுக்கு காண்பிப்பேன். பிதாவுக்கும் குமாரனுக்கும் பரிசுத்த ஆவிக்கும் மகிமை உண்டாவதாக. ഇതിനകത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പ്രത്യേക ലേഖനമാകും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള ദൈവവചനം കേൾപ്പി. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ പിന്നെയും പറയുന്നു, സന്തോഷിക്കുവിൻ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരെയും അറിയട്ടെ. കർത്താവ് സമീപസ്ഥനായിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയായാലും അപേക്ഷയായാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടും കൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ സംരക്ഷിക്കും. അവസാനമായി സഹോദരന്മാരെ, സത്യമായതൊക്കെയും കുലീനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും മനോഹരമായതൊക്കെയും ആദരണീയമായതൊക്കെയും വിശിഷ്ടമായ അഭിനന്ദന അർഹമോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും സ്വീകരിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നവ പ്രവർത്തിച്ചുകൊള്ളുവിൻ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ചേർന്ന് എല്ലാ അപ്പോസ്തലിക വിശ്വാസ പ്രമാണം സർവശക്തനായ കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ദൈവമേ, എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെ നിങ്ങൾ നിന്നോരുന്നത് നിന്റെ മഹത്വത്തിനും നിന്റെ മക്കളെ ദിവാസമായ പ്രത്യേകമായ കലാകാലങ്ങളിലൂടെ അങ്ങനെ ബോധ്യമേറെ ശുശ്രൂഷിക്കാട്ട് കടന്നു വരുന്ന അഭിഷക്തന്മാരുടെ താമസത്തിനുമായി ഈ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കുന്നതിന് നിന്ന് ലഭിച്ച എല്ലാ നടത്തിപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ അധ്വാനത്തെ കൈക്കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്നതിനപ്പുറമായി ഈ പാർശ്വനെ ഇതിൽ പാർക്കുന്നവരെ അനുഗ്രഹിച്ച് നിന്റെ മതത്തിനെ ഉപയോഗിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ,
അവിടുന്ന് വീട് പണിയായിരുന്ന പണി കവിത അധ്വാനിക്കുന്നു, പട്ടണ കാക്കാതിരുന്ന കവിത ജാഗരിക്കുന്നു. ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായി സ്തോത്രം. സർവശക്തനാം ദൈവമേ, ഈ പാസനേജ് പണി പൂർത്തീകരിക്കുന്നതിന് ഈ കുടുംബത്തിന് അവിടുത്തെ സഹായവും അനുഗ്രഹവും നൽകിയതിനായി ഞങ്ങളേക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, മക്കളുടെ പേരും ഈ കെട്ടിടം പണി നിർമ്മിക്കുന്നതിന് സഹായിച്ച എല്ലാവരുടെ പേരും ഉണ്ടായിരുന്ന അവിടുത്തെ കരുതലിനായും സംരക്ഷണത്തിനായും ഞങ്ങളേക്ക് നന്ദി അർപ്പിക്കുന്നു. അവയോട് എന്നും നന്ദിവരായിരിക്കുവാനും ഇനിയും സഹായിക്കുവാൻ അവിടുത്തെ കരം ശക്തമാണെന്ന് ഉറപ്പുണ്ടായിരിക്കുവാനും നിന്റെ പൂർണ്ണഹിതം നിറവേറ്റുവാൻ സദാ സന്നദ്ധരായിരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശിവനാമം ദർശിച്ച് വന്നിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ദൈവമേ, സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാകുന്നുവല്ലോ. ഈ സ്വീകരണ മുറിയിൽ വെച്ചുള്ള എല്ലാ സംഭാഷണങ്ങളും ഇടപാടുകളും അങ്ങേക്ക് മഹത്വം വരുത്തുന്നവയും പ്രസാദകരവുമായിരിക്കേണ്ടതിന് അതിഥികളെയും ആതിഥേയരെയും തിരുസാന്നിധ്യത്താൽ ശക്തീകരിക്കണമേ. അന്യോന്യമുള്ള വിശ്വസ്തതയിൽ നിലനിൽക്കുവാനും സ്നേഹബന്ധത്തിൽ വളരുവാനും കൂട്ടായ്മയിൽ ബലപ്പെടുവാനും പരസ്പരം അഭിവൃദ്ധി വരുത്തുവാനും നിന്റെ ദാസരെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കിടപ്പുനാമം ദർശിച്ച് വന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ഭയാശങ്ങളിൽ നിന്ന് വിടുതലും ഹൃദയത്തിന് സമാധാനം നൽകുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ മേൽ ധ്യാനിച്ച് മാനുമായിരിക്കുവാനും സമാധാനത്തോട് വിസ്മരിച്ച് ബുദ്ധിശക്തി ചൈതന്യം പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ ഉണ്ണുമ്പോൾ നിൽക്കുമ്പോൾ എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്ക് കോട്ടയായിരിക്കണമെന്ന് യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ
പ്രാർത്ഥനാ പ്രദർശിച്ചു ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരും പരിപാലകനുമായ ദൈവമേ, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായുള്ള സ്ഥലത്ത് അങ്ങയുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാകണമേ. നിന്റെ ദാസരെ രൂപാന്തരപ്പെടുത്തിയവർ പ്രാർത്ഥനയിലൂടെ ദൈവസംസർഗം അനുഭവിപ്പാനും ബുദ്ധിശക്തി പ്രാപിപ്പാനും സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ഇവിടെ അർപ്പിക്കപ്പെടുന്ന ആരാധന അങ്ങേക്ക് പ്രസാദകരമായ യാഗമായി സ്വീകരിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് യേശുമശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പഠനത്തിനാണ് നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഇവിടെ വായനയിലും പഠനത്തിലും ഏർപ്പെടുന്നവരെ ആവശ്യമായ ഉത്സാഹവും അവരെ അനുഗ്രഹിക്കണമേ. ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ. മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കും നന്മയ്ക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ വിശാലമായ ദർശനവും വിവേകവും നമ്മുടെ ദാസർക്ക് നൽകണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ഓഫീസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഓഫീസ് നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദിവ്യവിചാരണയിൽ വിവിധ സ്ഥാനങ്ങളിലും നിന്റെ ഹിതാനുസരണം പ്രവർത്തിപ്പാൻ അവിടെ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവല്ലോ. ദൈവനാമമഹത്വത്തിനും ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി ഉദ്യമിക്കുവാൻ ഇവിടെ പ്രവർത്തിക്കുന്ന ദാസരെ സഹായിക്കണമേ. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആശീർവദിച്ച് ഐശ്വര്യപ്പെടുത്തണമേ. ഇവിടെ മറ്റുള്ള എല്ലാ ഏർപ്പാടുകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ അവിടുത്തെ മക്കൾക്ക് ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കിടപ്പുറ ഞാൻ പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. ജീവന്റെയും ആരോഗ്യ
സകലത്തിന്റെ ദാതാവായ ദൈവമേ, അങ്ങിൽ വിശ്രമിക്കുവാനും അങ്ങിൽ നിന്ന് പുതുശക്തി പ്രാപിക്കുവാനും അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ സ്ഥിരമായ ആശ്രയം നൽകണമേ. ഞങ്ങളുടെ കിടക്കയിൽ അങ്ങേ ധ്യാനിച്ച് സ്വാതന്ത്ര്യം സമാധാനം അനുഭവിക്കുവാൻ അങ്ങയിൽ അവരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രിയിൽ തങ്ങൾ തൃക്കയിൽ ഉറങ്ങുന്നുവെന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭ കണ്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് അങ്ങേ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ ദൈവമേ, നിന്നിൽ വിശ്രമിക്കുവാനും നിന്ന് പുതുശക്തി പ്രാപിക്കുവാനും നിന്റെ മക്കൾക്ക് അതിനുള്ള സ്ഥിരമായ ആശ്രയം നൽകണമേ. തങ്ങളുടെ കിടക്കയിൽ നിന്നെ ധ്യാനിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുവാൻ നിന്നിൽ അവരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണമേ. രാത്രിയിൽ തങ്ങൾ തൃക്കയിൽ ഉറങ്ങുന്നുവെന്ന ബോധം നിന്റെ മക്കൾക്ക് നൽകണമേ. പുതിയ പ്രഭാതത്തിൽ നീതി സൂര്യന്റെ ശോഭ കണ്ടുകൊണ്ട് ഉണർന്നേറ്റ് നിന്നെ സ്തുതിക്കുവാൻ കൃപ നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സാന്നിധ്യം ഭയാശങ്കകളിൽ നിന്ന് വിടുതലും ഹൃദയത്തിന് സമാധാനം നൽകുന്നതിനാൽ ഞങ്ങൾ എന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനമായി സമാധാനത്തോടെ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യവും പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. അവർ ഉറങ്ങുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം അവർക്കൊരു കോട്ടയായിരിക്കണമെന്ന് യേശു മസിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭക്ഷണം നാം പ്രതിഷ്ഠിക്കുന്നു. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാരഭോഗങ്ങളെ ഇപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചവരുടെ കേടമേ. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിപ്പാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്നോ യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരുപാടുള്ള ഈ ഭക്ഷണം നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ നൽകി തരുന്ന നല്ല ദൈവമേ, നിന്റെ മക്കൾക്ക് നീ നൽകുന്ന ആഹാരങ്ങൾ എപ്പോഴും അവരുടെ ഉപകാരത്തിനായി അനുഗ്രഹിച്ചു കൊടുക്കണം. നീ അവർക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായിരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിക്കുവാൻ അവർക്ക് ആഗ്രഹവും സന്തോഷ മനസ്സും നൽകണമെന്ന് യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സംഭരണം നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. നല്ല ദാനങ്ങളുടെയും ദാതാവും അവയെ ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നൽകി തരുന്നവനുമായ നല്ല കർത്താവേ, ഈ ഭവനത്തിന്റെ ഈ സന്ദർശനാർത്ഥവും അമ്മയുടെ മക്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ട് നിറയുവാൻ നിന്റെ നന്മകളെ അവർക്ക് ധാരാളമായി നൽകുവാൻ ഇഷ്ടം തോന്നണമേ. അവയെ നിന്റെ മഹത്വത്തിനും തങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രയോജനത്തിനുമായി ഉപയോഗിക്കുവാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ പരിപാലകനും രക്ഷിതാവുമായ യേശു മശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ അടുക്കള നാം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തന്നെ തരത്തിനൊത്തവണ്ണം നിറവേറ്റി തരുന്ന ദൈവമേ, ഈ ഭവനത്തിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാചകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്നതിന്റെ കൈകളെ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ
നിന്നുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടും ഇവിടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കണം. നമുക്ക് കൃപ നൽകണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്തുകൊള്ളണമേ. അങ്ങേക്ക് അപ്രകാരം ഇഷ്ടമുണ്ടാകണം ശിഖ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, സന്തോഷവേളയ്ക്കായി നന്ദി. കലാകാലങ്ങളിൽ ഇവിടെ നമ്മുടെ മുഖത്തുപേരെ സൃഷ്ടി ചെയ്യാനായിട്ട് കടന്നു വരുന്ന അവരുടെ മക്കൾക്ക് താമസിപ്പാൻ ഒരു ഭവനം, പുതിയൊരു ഭവനം ചമപ്പാൻ അവിടുത്തെ മക്കളെ പ്രാപ്തിപ്പെടുത്തിയതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അതിന് അങ്ങേ ലഭിച്ച എല്ലാ നന്മകൾക്ക് നടത്തിക്കൊടുക്കുമായി ഞങ്ങളെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ഇടയ്ക്ക് ഞങ്ങളുടെ ദിവ്യമായ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്ന പ്രാർത്ഥന. ഈ ലോക ജീവിതത്തിൽ ഞങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഈ ലോകത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് ഏറ്റവും രുചികരമായി പാകം ചെയ്തിരിക്കുക. ഇവിടെ ജോലി ചെയ്യുന്ന മക്കളെ അവിടെ സഹായിക്കും. അവരെ സകലവിധമായ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധി നിന്നും രക്ഷിച്ചു തരുവായിരിക്കും. കർത്താവെ, ഇവിടെ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിച്ച് അവർ ശരീരത്തിലും ആത്മാവിലും ബലം പ്രാപിച്ച് അങ്ങനെ മുഖത്തുമേലെ സൃഷ്ടിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ശക്തിയിരിക്കും. കൃപ ചെയ്യാൻ അങ്ങനെ സഹായം കാവൽ എപ്പോഴും ഇവിടെ ഉണ്ടായി. ഇവിടെ ജോലി ചെയ്യുന്ന കൊച്ചമ്മമാരെ ഒത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കർത്താവെ, ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കുന്ന പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്നവരൊത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങനെ പത്രമേൽ ചെടി സൂക്ഷിക്കണം. ഓർത്തുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ.
ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഇപ്രകാരം പള്ളിക്കുന്ന് ദേവാലയത്തിലെ കലാകാലങ്ങളിൽ സൃഷ്ടിക്കാതെ വരുന്ന ശക്തന്മാർക്ക് വേണ്ടി, ചർച്ചമാർക്ക് വേണ്ടി താമസിക്കാൻ വളരെ മനോഹരമായ ഒരു വാസനയെ പണിയെടുക്കാനാണ് ഇടയായി. വളരെ കാലത്തെ സഭാമക്കളുടെ ആവശ്യവും ആഗ്രഹവുമായിരുന്നു ഒരു പുതിയ വാസന എന്നുള്ളത്. പല പല തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ ആലോചനകൾക്കൊക്കെ ശേഷം അവസാനം ഇവിടെ അതിന് ഒരു സ്ഥാനം ഉറപ്പിക്കുകയും അതിന്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ തക്ക സമയത്ത് ഇന്ന് അതിന്റെ പണി പൂർത്തീകരിച്ച് അത് ദൃശ്യമാൻ ഇടയായിരുന്നു. ഇതുവരെ ഇതൊരു സാധാരണ കെട്ടിടമായിരുന്നു, ഇന്നൊരു ദൈവഭവനമായിട്ട്. ദൈവഭവനം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഭവനം എന്നർത്ഥം. ദൈവഭവനം, ഒരു ഭവനം ദൈവഭവനമായിട്ട് അറിയപ്പെടുന്നത്, മറ്റുള്ളവർക്ക് അത് വെളിപ്പെടുന്നത്, മനസ്സിലാകുന്നത്, ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ, ദൈവത്തിന്റെ വായന എല്ലാം ഈ ഭവനത്തിൽ നിന്ന് വരുമ്പോഴാണ് അത് ദൈവഭവനം എന്ന് മറ്റുള്ളവർ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ജീവിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നവരുടെ ജീവിത രീതി. ഒരു അച്ഛനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടപെട്ടക്കാരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥനയെ കുറിച്ചോ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ചോ വേദോസം വായനയെ കുറിച്ചോ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് പറയാതിരിക്കാനും പറ്റത്തില്ല. മറ്റുള്ള എല്ലാ നമ്മുടെ ഭവനങ്ങളിലും ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അതിലെല്ലാം ഹെഡായിട്ട് വരുന്ന ഈ വാസനയിൽ എല്ലാ ഭവനങ്ങൾക്കും ഭവനമായിരിക്കും. നിശ്ചയമായും അതുണ്ടായിരിക്കണം. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത ഉയരുന്നത്. ഇവിടെ താമസിക്കുന്നവരാണ് ഈ ദേശത്തിനും ആകമാനമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഇടവക അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആ ദേശത്ത് താമസിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന് മധ്യസ്ഥ ചെയ്യാനുള്ള കടമ ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഭവനങ്ങൾ പ്രത്യേകമാണ്. ഈ ഭവനം മാത്രമല്ല, നമ്മളെല്ലാ പാഠനങ്ങളും അനുവദിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് ഇവിടെ താമസിക്കുന്നവർക്ക്, ഇപ്പോൾ താമസിക്കുന്നവരെ ധരിച്ചു വെച്ചിട്ടും കുടുംബമായിട്ട് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇവിടെ ഇവർ മാത്രമല്ല താമസിക്കുമ്പോൾ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ഇവിടെ വരികയും പോയി. അവർക്കെല്ലാം ഈ ഭവനം ഒരു അനുഗ്രഹമായിരിക്കും. വളരെ വിശേഷപ്പെട്ട ഒരു ഭവനമാണ് തീർച്ചയായിട്ടും ഈ പാഠത്തിന്. അതങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവ സഹായം എന്തുമാത്രം ലഭിച്ചു എന്ന് ഓരോരോ കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചവർ, ഇപ്പോൾ പ്രവർത്തിക്കുന്ന അച്ഛനും അതുപോലെ തന്നെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, കൗൺസിൽ അംഗങ്ങൾ, സെക്രട്ടറി, പേരച്ഛൻ, അതുപോലെ തന്നെ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക കമ്മിറ്റി, അവർക്കെല്ലാം അറിയാം. അവരെ പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. കാരണം ഇതുവരെ അച്ഛന് മുമ്പ് പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റികളെയും എല്ലാ അച്ഛന്മാരെയും ഞാൻ ഓർക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് പൂർത്തീകരിക്കാൻ ഇടയായി തീർന്ന ബിജുവച്ചനും മക്കൾക്കും, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഭരണസമിതികൾക്കും ബിൽഡിങ്ങിന്റെ പ്രത്യേകമായ സഭാമുഖാകമായി എല്ലാവരെയും ഞാൻ സമയത്ത് നന്ദി അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. പലരുടെ സഹായത്തോടു കൂടിയാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. തീർച്ചയായിട്ടും അത് ഇത്രയും വിപുലമായി ഒരു കാര്യം ചെയ്യും. അച്ഛന് താമസിക്കാൻ ഘടകമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. മറ്റ് പല കാര്യങ്ങളോട് ഉദ്ദേശിച്ചാണ് ഈ കെട്ടിടം ഇവിടെ പണിയപ്പെട്ടിരിക്കുന്നത്. മുകളിൽ ഒരു സംവിധാനം കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതിനടിയിൽ നമ്മുടെ സംവിധാനങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഗസ്റ്റിന് വന്നാൽ താമസിക്കാനുള്ള പ്രത്യേകത നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ടൂറിസം പ്രാധാന്യമുള്ള ഒരു ഇടമാണ്. പ്രത്യേകിച്ച് ചർച്ച് ടൂറിസം എന്നോ സെമിത്തേരി ടൂറിസം എന്നൊക്കെയും വിശേഷിപ്പിക്കാവുന്ന പല പ്രത്യേകതകളുള്ള ഈ പ്രദേശത്ത് അത് നമുക്ക് അങ്ങനെ വിവിധ ഉദ്ദേശത്തോടെയാണ് ഇതിന്റെ പണികൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ആദ്യകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി, കാരണം ഇത് പണി തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അതിലൊന്നും സങ്കടപ്പെടേണ്ടതില്ല. എല്ലാം തക്ക സമയത്ത് നിങ്ങൾ തീർപ്പാനായിട്ട് സഹായിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഒരുമിച്ച് താഴെ മുകളിലെ പണികൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പടിപടിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതിന് സംശയം. ധാരാളം ആളുകൾ, സഭാമക്കളും ക്രിസ്ത്യാനികളും അല്ലാത്ത ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത് വേദോസത്തിൽ പറഞ്ഞതുപോലെ എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരനുഗ്രഹം പ്രാപിച്ച് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ സ്ഥാപിതമായിട്ട് ഹെൻറി ബേക്കർ ജൂനിയറാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമാണ്. അദ്ദേഹം നിർമ്മിച്ച ദേവാലയമാണ് ഇപ്പോൾ നിൽക്കുന്നത്.
നമ്മുടെ മാതാവിൽ അങ്ങനെയുള്ള ഒരേ ഒരു പള്ളി ഇത് മാത്രമേ ഉള്ളൂ. ആദ്യകാലങ്ങളിൽ ആദ്യം വന്നത് യുമാപ്ര എന്ന് പറയുന്ന പള്ളിയിലാണ്. അവിടെയാണ് പള്ളി സ്ഥാപിച്ചത്. അതിനുശേഷം മേലുകാവ്, പിന്നീട് ഇവിടെ ഈ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രദേശങ്ങൾ വെണ്ടർബെക്കൽ യൂണിയന്റെ പ്രിയപ്പെട്ടവരും അദ്ദേഹമൊക്കെ താമസിച്ച സ്ഥലങ്ങളുണ്ട്. പോളാണ്ടുള്ള പ്രദേശങ്ങളിൽ അവരുടെ എസ്റ്റേറ്റുകളായിരുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. ചരിത്രം അതാണ്. ഇവിടെ നമുക്ക് 16 ഏക്കറോളം സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട്. ദൈവം സഹായിച്ച് അത് വിവിധങ്ങളായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം നമുക്ക് മുന്നമേ നൽകി എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നു. ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇപ്പോഴുള്ള ഇതിന്റെ തനിമ മാറാതെ നിൽക്കട്ടെ എന്ന് നിർത്താൻ സഭാമക്കൾക്കും അതായത് കാലഘട്ടത്തിൽ വരുന്ന അച്ഛന്മാർക്കും ഭരണസമിതിക്കും ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മനോഹാരിത എന്ന് പറയുന്ന ഇവിടുത്തെ വൃക്ഷങ്ങളും അതിന്റെ സംവിധാനങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും കെട്ടിടങ്ങൾക്ക് വരാൻ ആവശ്യമാണെന്നാൽ ഇതിന്റെ ഭംഗി ഒട്ടും കുറയാതെ നിൽക്കണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കണം. ഇതിന്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന് എറണാകുളത്ത് മുമ്പ് കല്ലിട്ടിരുന്നു. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അത് അവിടെ എല്ലാ ഒരെണ്ണം ആദ്യം നമ്മൾ റോഡിന് അപ്പുറം എന്താണ് പണിയുന്നത്. തീർച്ചയായും അത് 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ പണിയത് തീർക്കുകയും ചെയ്യും. ഇവിടെ കല്ലിട്ട് നമുക്ക് പണിയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ദൃശ്യമെല്ലാം മറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കി പണിയണം എന്ന കമ്മിറ്റിക്കാരാണ് ഞാൻ പറയുന്നത്. അതെല്ലാം ഇനിയുള്ള ഭാവി വികസനത്തിൽ ആ കാര്യം ഓർക്കണം. സാമ്പത്തികം മാത്രം നോക്കി എന്ത് ചെയ്യരുത്, ഇതിന്റെ മനോഹാരിത കളയരുത് എന്ന് കൃത്യമായി പ്രവർത്തിക്കുക. വളരെ ആൾക്കാരുടെ പ്രാർത്ഥന ഇവിടെ ഉണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ എല്ലാവിധമായ സഹായങ്ങൾ ചെയ്തത് ഞാൻ പറയാതെ അറിയാമല്ലോ. അവിടെ എത്രയും ബഹുമാനമുള്ള നമ്മുടെ സ്പീക്കറിനായ സോമൻ സാർ നമ്മുടെ ഇവിടെ മധ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ മാത്രമല്ല, അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായ പിന്തുണയും എല്ലാവിധമായ സഹായങ്ങളും ചെയ്യുന്നതിന് ഞാൻ ഓർക്കുന്നു. തിരക്ക് പിടിച്ച സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ വന്നു. ഈ സന്തോഷമായിട്ട് ഞാൻ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കൃത്യമായി ഈ ശുശ്രൂഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മറ്റ് ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങളൊക്കെ വന്നിരുന്നു. പ്രസിഡന്റ് എന്നെ കണ്ടിട്ടാണ് പോയത്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. നിങ്ങൾ കാണിച്ച സഹകരണത്തിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജില്ലാ ചെയർമാൻമാർ, അച്ഛന്മാര്, ബഹുമാനപ്പെട്ട അച്ഛന്മാര്, അത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡയസിസ് ഓഫീസേഴ്സ്, മറ്റ് സഭകളിലെ ശുശ്രൂഷകര്, അവരെല്ലാവരും ഞാൻ സന്തോഷത്തിൽ പങ്കുചേരാൻ പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുകയും കൃത്യമാണ് നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഗണങ്ങളെ എല്ലാവരുടെയും സംരക്ഷകനായ ദൈവമേ, ഇവിടെ പാർക്കുന്ന എല്ലാവരെയും നിന്റെ ചെറിയ കീഴിൽ മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ പരീക്ഷകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. നിന്റെ സമൃദ്ധിയിൽ നിന്ന് അവരെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണമേ. ക്രിസ്തുവിൽ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ധാരാളമായി വസിക്കുകയും അവർ ചെയ്യുന്നതെല്ലാം നിന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുകയും ചെയ്യണമേ. അവരുടെ ധനത്തിന്റെ എല്ലാ വിനിയോഗവും നിന്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കണമേ. നിന്റെ രക്ഷയിൽ അവർ എന്നും സന്തോഷിക്കുമാറാകണമെന്നും നിന്റെ രാജ്യത്തിലെ സകല വിശുദ്ധന്മാരോട് കൂടെ അവരെ പങ്കുകാരാക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്നവർക്കായി നീ ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ നിങ്ങളുവരെയും സേവയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ അന്യോന്യം സേവിക്കുന്നത് നിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെ വലയം ചെയ്തു കൊള്ളണമെന്ന് മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മനുഷ്യരെ കുടുംബങ്ങളായി വസിക്കുമാറാക്കുന്ന ദൈവമേ, ഈ ഭവനത്തിൽ ഓരോ കാലത്തും കൂട്ടായി നിന്റെ കൃപ നൽകണമേ. സ്നേഹത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ സമാധാനവും അവരുടെ ഹൃദയങ്ങളിലും ഈ ഭവനങ്ങളിലും വാഴുമാറാകണമേ. അവർ ചെയ്യുന്നതിലൊക്കെയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകട്ടെ.
കരുണയുള്ള ദൈവമേ, ഈ ഭവനത്തെയും ഇതിലുള്ളവരെയും അനുഗ്രഹിക്കുകയും ദുഷ്ടനായവരിൽ നിന്നും ദൂഷ്യ മനുഷ്യരിൽ നിന്നും ഇവരെ കാത്തു സൂക്ഷിക്കുകയും അതത് കാലത്തേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും സ്നേഹം, സമാധാനം, ഐക്യമത്യം, ആത്മശരീരങ്ങളുടെ ആരോഗ്യം എന്നിവ ഈ ഭവനത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭവനം ദൂതന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൂതന്മാരുടെ കർത്താവിനാൽ സകല ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. നിന്റെ മക്കളിൽ നിന്ന് പ്രവേശിച്ചിരിക്കുന്ന ഈ ഭവനത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വസിക്കുകയും ഇത് നീതിമാന്മാരുടെ തലമുറയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. സകല നീതിയുടെ ശത്രുവായ സാത്താനെ ഈ ഭവനത്തിൽ നാട്ടിക്കളയണമേ. അവനിൽ പ്രവേശിക്കുകയോ പ്രബലപ്പെടുകയോ ചെയ്യരുതേ. ഇതിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്റെ പാർമേൽ ഉറപ്പിക്കുകയും ഇതിൽ നിത്യജീവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ഭവനത്തിലെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ കുറിച്ചുള്ള സ്നേഹത്തിലും ഭയത്തിലും അവർ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. സ്നാപനത്തിൽ മെസ്സിഹായുടെ അവയവങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളുമായി തീർന്ന അവർ നിന്റെ രാജ്യത്തിൽ വന്നെത്തുവോളം പരിശുദ്ധാത്മാവിൽ അധികം വർദ്ധിച്ച് വളരുമാറാകണമേ. നിന്റെ മക്കളുടെ നിർമ്മല സന്തോഷവും കളങ്കമറ്റ സ്നേഹവും സമാധാനശീലവും ഈ ഭവനത്തെ സ്വർഗതുല്യമാക്കി തീർക്കണമേ. യേശു മെസ്സിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ സമയത്ത് വീടുകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും വസിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ നിന്നാവുന്നില്ല സമൂഹത്തിൽ മനുഷ്യർ ഇറങ്ങുന്നത്. നല്ല പരിശീലനം കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച് നല്ല സ്വഭാവത്തിനുടമകളായി നമ്മുടെ ഭവനങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും ആളുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ, അവർ സമൂഹത്തിൽ ഏറ്റവും നല്ല ആളുകളായി വർത്തിപ്പാൻ, അങ്ങനെ ഏറ്റവും നല്ലൊരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് അതിടയായി തീരുവാനും ഇടയാകണമേ, സഹായിക്കണമേ എന്നാണ് മാനുഷികമായ പരിശ്രമങ്ങളാൽ അത് സാധ്യമല്ലല്ലോ. അതിനാൽ ദൈവത്തിന്റെ കൃപ എല്ലാ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകുന്നുണ്ട്. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് കൃത്യമായി സ്നേഹമുള്ള പിതാവേ, രാജ്യത്തുള്ള എല്ലാ കുടുംബങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹത്തെ പകരണമേ. കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ എല്ലാ കുടുംബങ്ങളെയും നായകനായവയെ ഭരിച്ച് നടത്തേണമേ. കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ എല്ലാ മാതാപിതാക്കളെയും ഉപദേഷ്ടാക്കളെയും കൃപയാൽ സജ്ജീകരിക്കണമേ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവിനെ എല്ലാവരുടെ മേലും പകരണമേ. അങ്ങയുടെ പ്രമാണങ്ങളനുസരിച്ച് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. കുടുംബങ്ങളുടെ ക്രിസ്തീയ സാക്ഷ്യം മൂലം നിന്റെ നാമം മഹത്വപ്പെടുത്തുവാനും നിന്റെ സഭയ്ക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാനും നിന്റെ രാജ്യം പടരുവാനും കൃപ നൽകണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന്റെ അനുഗ്രഹമായിരുന്ന യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ എല്ലാവരെയും ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ നിത്യനുമായ സുസ്വർഗീയ പിതാവേ, അബ്രഹാമിന്റെ ഈസാക്ക് യാക്കോബിൻ ദേവനായ കർത്താവേ, ഞങ്ങൾ സ്ഥിരപ്പെട്ട നാൾക്കും തുன்பത്തെ കണ്ട വർഷങ്ങൾക്ക് ഇരട്ടിപ്പാൻ നിങ്ങൾ തൃപ്തിയാക്കി അനുഗ്രഹിത്തവനാൻ നല്ല ആണ്ടവരെ നന്ദിയോട് സ്തോത്രം. ദഹരഞ്ചി പ്രദേശത്തിൽ കർത്താവെ ആദ്യമായി ഉയർത്തതാന കർത്താവെ, ദൈവാലയത്തെ കർത്താവെ അനുഗ്രഹിത്ത് കർത്താവെ സ്തോത്രം. സ്ഥലത്തിൽ കർത്താവെ ஊழியக்காரருக்கும் தேவ பிள்ளைகளுக்கு வரத்த தங்கத்தக்கணமாகும், ஊழியர்கள் தங்கியுடைய வேலைகளை செய்யத்தக்கணமாகும். நல்ல ஒரு கர்த்தாவே ஸ்தோத்திரம். கர்த்தாவே ஸ்தோத்திரம். அல்ல வீடு உண்டாகத்தக்கணுமாய் ஆண்டவரை இடையாக்கினுடைய ஸ்தோத்திரம். ஆபிரகாமுடைய கூடாரத்தை அனுகிரகித்து ஆபிரகாமினுடைய கர்த்தாவே ஸ்தோத்திரம்
மனையை அனுகிரகித்து ஆபிரகாமுடைய சந்ததியை அனுகிரகித்தால் ஆண்டவரே உடைய பிள்ளைகளுக்கு இந்த தேசத்தில் நிலவரமான ஒரு வீட்டை கொடுத்ததற்கு தோத்திரம். இது வரக்கூடிய ஐயர்வான் அனுகிரகிக்கப்படவும் கர்த்தாவே உடைய பிள்ளைகள் கர்த்தாவை செய்கிற ஊழியம் அனுகிரகிக்கப்படவும் அவர் நாடா தேசத்தில் கர்த்தாவே கர்த்தருடைய கர்த்தாவை வலை வசனமிக்கிற வலை வீசி அநேக ஆத்துமாக்களை ஆதாயிட்டு கிருபை செய்ய வேண்டும் ஜபிக்கிறோம். இந்த பவனத்தில் கர்த்தர் நித்திரை செய்யும் பொழுது சொருக்கியமான தரிசனங்களை கண்டு மகிமைப்படுத்த கிருபை செய்ய வேண்டும் பிரார்த்திக்கிறோம். தேவரை ஆசீர்வதியும். இந்த வந்திருக்கிற இரவான எல்லாரையும் உடைய கரங்களிലേക്ക് ஏற்பிக்கிறோம். ஊழியர்கள் எல்லோரையும் ஆசீர்வதியும். சபா மக்களை ஆசீர்வதியும். எங்கள் பிஷப் திருமணத்தை ஆசீர்வதியும். கர்த்தாவை இகவர் நன்மைகளை தந்தரும். நீர் முன்னும் அடியார்கள் பின்னுமாய் ஓட கிருபித்து 2024 எங்களை பாதுகாத்தீரே. சரீரத்தில் பலவீனங்கள் அதிகாரங்களுக்கு உண்டாயிருந்த பொழுது எண்ணங்களில் குறைவில்லாதபடி பாதுகாத்தீர். கர்த்தாவை புதிய வருஷத்துக்குள்ளாக கடந்து போகிறோம். இந்த வருஷத்தை எங்களுக்கு அனுக்கிரகங்களால் நன்மைகளால் முடிச்சுவிட்டு அடுத்த வருஷம் கர்த்தாவே டிசம்பர் மாதத்தில் நாங்கள் கூடி வந்து தேவனை ஆராதிக்கும் பொழுது வண்ணத்தில் குறைவு கொண்டாலும் எண்ணங்களில் கூடினவர்களாய் உடைய சமூகத்தில் காணப்பட கிருபையும் இனி நடக்கக்கூடிய எல்லா சுசுறுத்திலும் கூட இருக்கும். இயேசு கிறிஸ்து மூலமாய் கேட்கிறோம் நல்ல பிதாவே. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രദേശത്ത് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിപ്പാൻ ഇടയായി തീർന്നത് എസ്റ്റേറ്റ് മുഖാന്തരങ്ങൾ ആകുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ എസ്റ്റേറ്റുകളെയും അവിടത്തേക്ക് ഇറങ്ങിയത്, അതിൻ്റെ ഉടമസ്ഥരെയും അതിൻ്റെ മാനേജ്മെന്റിനെയും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും തൊഴിലാളികളെയും എല്ലാവരെയും അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ചില എസ്റ്റേറ്റുകളിൽ പ്രവർത്തനമില്ലാതെ വന്നിട്ടുണ്ട്, ചിലത് പ്രവർത്തിക്കുന്നു. കർത്താവെ, പ്രവർത്തിപ്പാനുള്ള ചില ആലോചനകളൊക്കെ നടക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. അതുമൂലം കർത്താവെ, ഇവിടെ അനേക ആളുകൾ വരുവാനും ഇപ്രകാരമുള്ള സംവിധാനം ഉണ്ടാകുവാനും അങ്ങനെ ബന്ധപ്പെടുന്നവർ ആരും ഉണ്ടാവാനും ഒക്കെ ഇടയായി തീർന്നല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സഭാമക്കൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് അവരുടെ സ്ഥലങ്ങളിലുള്ള എല്ലാ എസ്റ്റേറ്റുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഇരിക്കുന്ന, ഈ പള്ളി ഇരിക്കുന്ന ചുറ്റുപാടുള്ള എസ്റ്റേറ്റുകളെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ മാനേജർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഉടമസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണം. അവരിലൂടെ കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ജനങ്ങൾക്കും ഈ ദേശത്തിനും ലഭിക്കുന്നതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളോട് ഞങ്ങൾ സ്തുതിക്കുന്നു. അവരെ അവിടെ അനുഗ്രഹിക്കണം. മൗത്വം മാതെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ഇട കേൾക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ആശീർവാദം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വേർത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവേൻ. സഹോദര പ്രീതിയിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവേൻ. ആശയിൽ സന്തോഷിക്കുവേൻ. കർഷതയിൽ സഹിഷ്ണുത കാണിക്കുവേൻ. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുവേൻ. ആർക്കും നന്മയ്ക്ക് പകരം നന്മ ചെയ്യാതെ സകല മനുഷ്യരോടും സമാധാനമാചരിക്കുവേൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ആഗ്രഹിച്ച പ്രകാരം ഈ പാസ്റ്റേജിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഉദയമായി നന്ദി പറയാൻ പിന്നീട് സമയമുള്ളതുകൊണ്ട് ഞാൻ സമയം എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും മുൻവശത്തേക്ക് പോവുകയാണ്. അല്പം പൊതുകാര്യങ്ങൾ, നമ്മുടെ ഈ പാസ്റ്റർ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഒരു സമാന പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിന് നറുക്കെടുപ്പ് ഇപ്പോൾ അവിടെ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതേ തുടർന്ന് മറ്റു ചില ചടങ്ങുകൾ കൂടെ നിർവഹിക്കാനുണ്ട്. മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ കാണാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരാന്തയിലാണ് ക്രമീകരിച്ചത്. ദയവായിട്ട് എല്ലാവർക്കും വരാന്തയിലേക്ക് പോകാം. അല്പസമയം കൊണ്ട് ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതാണ്.